ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ. ഒരുപാട് അഭിമാനത്തോടു കൂടി ഞങ്ങൾ കൊല്ലം രൂപതക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥ, കൊല്ലം രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥ കർമ്മല മാതാവാണ്. കർമ്മലീത്ത മിഷണറിമാരായിട്ടുള്ള വലിയ സന്യാസി വര്യന്മാരിനാൽ പടുത്തുയർത്തപ്പെട്ട ഒരു രൂപത 1329 സ്ഥാപിതമായതിനു ശേഷം, ജോർദാനസ് കത്രാനി ആദ്യത്തെ ബിഷപ്പായതിനു ശേഷം പിന്നീട് ഇവിടേക്ക് കടന്നു വന്ന കർമ്മലീത്ത മിഷണറിമാരായിരുന്നു ഫെർഡിനാൻഡോസിയും അലൂഷ്യസ് മരിയ ബെൻസിഗർ പിതാവും ഒക്കെ അവരുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത രൂപത. ഈ രൂപതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ രൂപത 1329 സ്ഥാപിതമാകുമ്പോൾ ആ കൊല്ലം രൂപതയായി പ്രഖ്യാപിച്ച ജോൺ 22ാമൻ പാപ്പയുടെ പാപ്പായ്ക്ക് കൂടി കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. വിശുദ്ധ സൈമൺ സ്റ്റോക്കിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കർമ്മലോത്തിരിയത്തെ കുറിച്ച് മാതാവ് സംസാരിച്ച പോലെ തന്നെ വിശുദ്ധനോടും ഈ പാപ്പായ്ക്കും മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഞാൻ ഇന്ന് നമ്മുടെ ഈ കർമ്മല മാതാവിനെ കുറിച്ച് ഉള്ള ചിന്തകളിലൂടെ കടന്നു പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച കുറെ പോസ്റ്റുകളാണ്. നമ്മുടെ കുറേയധികം സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ടൊക്കെ ഉപയോഗിച്ച് ഞാനും എൻ്റെ പേജിലും ഷെയർ ചെയ്ത്, എൻ്റെ അനിയനാണ് എനിക്കിതിങ്ങനെ ആദ്യം ഈ ചിത്രം അയച്ചു തന്നത്. ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഈ ചിത്രം ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ ക്ലിയർ ആകാതെ പരിശുദ്ധ അമ്മ ഇങ്ങനെ നടന്നു പോകുന്നു. അമ്മയുടെ ഉടുപ്പ്, പത്രോസിനെയാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ഉടുപ്പിന് താഴെയായിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിട്ട് നടന്നു. അവരുടെ കാലുകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പൊതിഞ്ഞു പിടിച്ചിട്ട് നടന്നു പോവുക അമ്മ. പത്രോസിനെയാണ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇത് രസകരം. ഞാൻ ഇതിന്റെ കവർ പേജായിട്ട് ഷെയർ ചെയ്യാം. ഇതിന്റെ രസകരമായ സംഭവം, ഇതിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്ന സംഭവം എന്ന് പറയുന്നത്, പത്രോസ് സ്ലീഹ ഇങ്ങനെ ഗേറ്റൊക്കെ പോയി പൂട്ടുന്നുണ്ട്. പക്ഷെ പൂട്ടുന്നുണ്ടെങ്കിലും ഈശോ ഒന്ന് നോക്കിയാണ്, ഈ അർഹതയില്ലാത്ത ആൾക്കാർ കുറെ അകത്തേക്ക് ഇരിപ്പുണ്ട്. നമ്മളെ പോലത്തെ ആൾക്കാരായിരിക്കും, അകത്തിരിപ്പുണ്ട്. അപ്പൊ ഈശോ ചോദിക്കുക, ഇത് എങ്ങനെ പത്രോസ്, ഇത് എന്താ ശരിയാകുന്നില്ല ഈ പരിപാടി? ഇങ്ങനെ ഈ പൂട്ടി താക്കോലൊക്കെ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെയിൻ ഗേറ്റ് ഒക്കെ പൂട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതെങ്ങനെ അകത്ത് കയറുന്നത്? അങ്ങനെ പത്രോസ് പറയുകയാണ്, ഒരു രക്ഷയില്ല കർത്താവേ, ഞാൻ ഈ മെയിൻ ഗേറ്റ് ഒക്കെ പോയി പൂട്ടുന്നുണ്ട്, പക്ഷെ നിന്റെ അമ്മ അപ്പുറത്തൊരു ജനലും തുറന്നു വെച്ചിരിപ്പുണ്ട്, അതിനകത്തൂടെ എല്ലാവരും പിടിച്ചകത്ത് കയറ്റിയാണ്. അതായത് ഇതൊരു തിയോളജിക്കൽ ഡോഗ്മാറ്റിക് സംഭവമൊന്നും അല്ല. പക്ഷേ ഓർക്കേണ്ട ഒരു വസ്തുത, നേരായ വഴിക്ക് സ്വർഗത്ത് കയറാൻ പറ്റാത്ത പാപികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കയറിപ്പോകാൻ പറ്റുന്ന ജനലാണ് പരിശുദ്ധ അമ്മ തുറന്നിടുന്നത്. നമുക്ക് തുറക്കാൻ, ആ ജനൽ തുറക്കാൻ ഒറ്റ വഴി മാത്രം, ജപമാല. ഇനി അതുപോലെ തന്നെ നമ്മള് അസീസിലെ ഫ്രാൻസിസിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. ഫ്രാൻസിസിന്റെ ഒരു ദർശനത്തിൽ കിട്ടിയെന്ന് പറയുന്നത്, ഇതിന് സമാനമായ സംഭവമാണ് പറയുന്നത്. ഇങ്ങനെ ഈ സ്വർഗത്തിൽ കുറെ അർഹതയില്ലാത്ത ആളുകൾ കയറിപ്പോകുന്നത് എങ്ങനെയാണ്? ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് കാര്യമൊന്നും പിടികിട്ടാതെ തിരിച്ച് പുറകിലൂടെ പോയി നോക്കുമ്പോഴത്തേക്ക് കാണാം മുകളിൽ നിന്ന് താഴേക്ക് ഒരു ചരട് തൂക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു റോപ്പ് തൂക്കിയിട്ടുണ്ട്. അതിനകത്ത് പിടിച്ചാണ് ഇവരെല്ലാം മുകളിൽ കയറി പോകുന്നത്. അതിനെയും ജപമാല എന്നാ പറയുന്നത്. പക്ഷെ ജപമാല എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് കർമ്മലോത്തിരി ഒന്നും അതിനെ വിളിക്കാം. ഈ ആദ്യം കാണിച്ച ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പത്രോസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കാരൊക്കെ എങ്ങനെ പോകുന്നു? അപ്പൊ മാതാവിനെ നോക്കുന്ന ആദ്യ ചിത്രത്തിൽ കാണുന്നത്, രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് മാതാവിന്റെ റോസറി കേപ്പ് എന്നായിരിക്കും, റോസറി മേലങ്കി. അതിന് താഴെ കൂടെ കുറെ കാലുകൾ. അതായത് ഈ മാതാവിന്റെ നീല മേലങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിച്ച പാപികളായ നമ്മളെ എല്ലാം മാതാവ് സ്വർഗത്തെത്തിക്കും. ഇങ്ങനെ പത്രോസിനെ ആലോചിച്ചിരിക്കുക, എന്ത് ചെയ്യാനാണ് മാതാവ് ഈ പരിപാടി കാണിക്കുന്നത്? നമ്മള് ഇവിടെയും ഓർക്കുന്നത് ഒരു മേലങ്കി കുറിച്ചാണ്. അതായത് എന്റെ സ്നേഹത്തിന്റെ അടയാളവും സാഹോദര്യത്തിന്റെ അച്ചാരവുമായ കർമ്മലോത്തിരിയം സ്വീകരിക്കുക. ഇത് ധരിച്ചു മരിക്കുന്ന ഒരാളും നരകത്തിൽ പോവുകയില്ല, അവരെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പ് നൽകുന്ന പരിശുദ്ധ അമ്മയാണ് കാണാൻ സാധിക്കുക. അപ്പൊ ഇതൊരു വസ്ത്രത്തിന്റെ കഥയാണ്. ഉൽപ്പത്തി തുടങ്ങുമ്പോൾ ഒരു വസ്ത്രമുണ്ട്. പാപം ചെയ്തു പോയ മനുഷ്യന് അവന്റെ നാണം മറയ്ക്കാൻ വേണ്ടി അവൻ അത്തിയിലകൾ കൂട്ടി തുന്നിയ ഒരു വസ്ത്രം ചെയ്തിടുന്നുണ്ട്. പക്ഷെ ഈ വസ്ത്രം പിന്നീട് ഉണങ്ങിക്കരിഞ്ഞു പോകും. നമുക്കറിയാം, ഈ ഇല കൊണ്ടൊക്കെ വസ്ത്രം തുന്നിയിട്ട് കാര്യമൊന്നുമില്ല. വെയിൽ കൂടുമ്പോഴത്തേക്ക് അത് ഉണങ്ങിക്കരിഞ്ഞു പോകും. പക്ഷെ പിന്നെ അവർ ഉടുപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്നേഹം കൊണ്ടും കൃപകൾ കൊണ്ടും അവനെ ഒരു ഉടുപ്പ് ധരിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ഉടുപ്പ് തന്നെയ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മള് പാട്ട് കേൾക്കാറുണ്ട് എപ്പോഴും. ഈശോ അവന്റെ മേലങ്കി തയ്യൽ കൂടാതെ നെയ്തൊരു മേലങ്കിയാൽ
എന്നെ പുതപ്പിക്കണം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. അതായത് ആ മേലങ്കി, ഈശോയ്ക്ക് ആ മേലങ്കി പണി ചെയ്തു കൊടുത്ത പരിശുദ്ധ അമ്മയെ നമ്മൾ ഓർക്കുക. ഈശോയ്ക്ക് ആ ഉടുപ്പ് സ്നേഹവും പുണ്യങ്ങളും കൊണ്ട് ഊടും പാവും നെയ്തെടുത്ത വസ്ത്രമാണ് പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കി. ആ അമ്മ നമ്മളെ അത് പൊതിഞ്ഞു പിടിക്കുക. നീലമേലങ്കി എന്നൊക്കെ പറഞ്ഞാൽ നിറത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ ഈ ബ്രൗൺ സ്കാപ്പുലർ, ആ ബ്രൗൺ നിറത്തിൽ, തവിട്ട് നിറത്തിലുള്ള ഉത്തരീയം, കർമ്മലോത്തരീയം ഒരു അതിശക്തമായ കവചമാണ്, സംരക്ഷണമാണ് നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞേൽക്കുന്നത്. ഈക്വലി ഇറ്റ് ഈസ് എൻ ഐഡന്റിറ്റി കാർഡ്. അതായത് ഞാൻ എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ സ്നേഹിക്കുന്നുണ്ട്, അമ്മ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്, അതിൻ്റെ അടയാളമാണ് ഈ ഐഡന്റിറ്റി കാർഡ്, ഈ കർമ്മലോത്തരീയം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതുവഴി പരിശുദ്ധമ്മ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് യോജിച്ചവരായി മാറി എന്നാണ് അർത്ഥം. വെറുതെ ഒരു തുണിക്കഷ്ണം, ഒരു രണ്ട് ചരടുകൾക്ക് അറ്റത്ത് കിടക്കുന്ന 2 തുണിക്കഷ്ണങ്ങൾ നമ്മളെ സ്വർഗത്തെത്തിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി അമ്മ പറയുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഐഡന്റിറ്റി കാർഡായിട്ടാണ് ഞാൻ ഈ കർമ്മലോത്തരീയം ധരിക്കുന്നത്. അത് മുൻപിലും പുറകിലും എന്നെ കവചമായി നിന്ന് സംരക്ഷിച്ച് സ്വർഗത്തെത്തിക്കും. ഇതാണ് അമ്മ നൽകുന്ന സന്ദേശം, അമ്മ നൽകുന്ന ഉറപ്പ്, വാഗ്ദാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ കർമ്മലോത്തരീയം ഡെയിലി ധരിക്കുന്ന ഒരാളല്ല. സത്യമായിട്ടും പറയാം, ഇപ്പം പ്രസംഗം പറയാൻ വേണ്ടി കള്ളം പറയേണ്ട ആവശ്യമില്ല, ധരിക്കാറില്ല. പക്ഷേ എൻ്റെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കർമ്മലോത്തരിയായത്. ഈ കർമ്മലോത്തരീയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ എൻ്റെ ഒരു ആത്മീയ ഗുരുവിനെ കൊണ്ട് ഞാൻ ആശീർവദിച്ച് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ഒരു താവോ ക്രോസ് ഉൾക്കൊള്ളുന്ന ഒരു 10 മണി കൊന്തയുണ്ട്, അത്ഭുത കാശുരൂപമുണ്ട്. 10 മണി കൊന്തയുണ്ട്, അത്ഭുത കാശുരൂപമുണ്ട്. പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് കൈമാറിയിട്ടുള്ള 3 വലിയ ആയുധങ്ങളാണ്. 1 ജപമാല, 2 കർമ്മലോത്തരീയം, 3 അത്ഭുത കാശുരൂപം. കാതറിൻ ലബോറയ്ക്ക് നൽകിയ അത്ഭുത കാശുരൂപം, ഡൊമിനിക് ഗുസ്മാന് നൽകിയ ജപമാല, സൈമൺ സ്റ്റോക്കിന് നൽകിയ കർമ്മലോത്തരീയം. യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ഈ കർമ്മലോത്തരീയത്തിൽ ഇങ്ങനെ ഈ 2 കാര്യങ്ങളോട് ചേർത്ത് കെട്ടി ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഇത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശരണമാണ്, അഭയകേന്ദ്രമാണ്. അതായത് ഞാൻ എൻ്റെ ഇടവയിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്രൂഷ്യലായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്റ്റോൾ എടുത്തിടുന്നതിന് പകരം ഇത് ധരിക്കാറുണ്ട്. ധരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ചില തീരുമാനങ്ങളിലേക്ക് ഞാൻ പോകുന്നത്. രണ്ടാമത്തത്, വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുവാനും പുറത്ത് പള്ളികളിൽ പ്രസംഗിക്കാനോ ധ്യാനം കൊടുക്കാനോ ഒക്കെ പോകുമ്പോഴും ഇത് ധരിക്കാതെ ഞാൻ പോകാറില്ല. ഇത് എടുത്ത് കഴുത്തിൽ ധരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ പ്രസംഗത്തിന് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോകുന്നത്. ഒരു ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പോകുന്നത്. ഞാൻ ചില സമയങ്ങളിൽ മാതാവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സൊക്കെ ആണെങ്കിൽ അത് അവസാനം അവരെ കാണിച്ചു കൊടുക്കാറുമുണ്ട്. ഇങ്ങനൊരു സംഭവം എൻ്റെ കഴുത്തിലുണ്ടെന്ന് കാണിച്ചു കൊടുക്കാറുമുണ്ട്. സാധാരണ സ്ഥിരമായി ധരിക്കുന്ന ഒരു ഫ്രണ്ടിൽ താബോ ക്രൂസും ബാക്കിൽ ബെനഡിക്റ്റ് ലോക്കറ്റും ഉള്ള ഒരു ചരടാണ് ഞാൻ സ്ഥിരം ധരിക്കുന്നത്. പക്ഷെ ഇതെൻ്റെ ഒരു വലിയ ശക്തിയാണ്. ഞാൻ എത്ര ഭംഗിയായിട്ട് ഒരുങ്ങിയാലും ഇത് ധരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് വ്യത്യസ്തമാണ്. അത് വെറും ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് അല്ല, വെറുതെ ഒരു കോൺഫിഡൻസ് അല്ല, അതൊരു ആ കോൺഫിഡൻസ് ഈസ് എ ബ്ലെസ്സിങ്. പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ കൂടെ ഉണ്ട് എന്ന് എൻ്റെ വിശ്വാസം, അതാണ് എൻ്റെ കോൺഫിഡൻസ്. അതെനിക്ക് നൽകുന്നത് ഈ കർമ്മലോത്തരീയമാണ്. ഈ കർമ്മലോത്തരീയം സ്വർഗത്തിലേക്ക് പിടിച്ചു കയറാൻ വേണ്ടിയുള്ളൊരു വലിയ വടമാണ്. ജപമാല വിശുദ്ധ പാദ്രി പിയോ പറയും പ്രകാരമാണെങ്കിൽ ദിവസം 40-ൽ കൂടുതൽ ജപമാല ചൊല്ലിയിരുന്ന ജീവിക്കുന്ന ജപമാലയെ നവരനാമം അറിയപ്പെടുന്ന പാദ്രി പിയോ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ജപമാല സ്വർഗം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ, ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല. അമലോത്ഭവ മാതാവിന്റെ ഭക്തനായിരുന്ന വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ എന്ന ഫ്രാൻസിസ്കൻ സന്യാസി പറയുന്നത് ഈ അത്ഭുത കാശുരൂപം, കാതറിൻ ലബോറ വഴി പരിശുദ്ധമ്മ നമുക്ക് നൽകിയ അത്ഭുത കാശ്, മിറാക്കുലസ് മെഡലിനെ കുറിച്ച് പറയുന്നത് സ്പിരിച്വൽ ബുള്ളറ്റ് എന്നാണ്, ആത്മീയ വെടിയുണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ജപമാലയാകുന്ന ആയുധവും ആത്മീയ വെടിയുണ്ടയാകുന്ന അത്ഭുത കാശുരൂപവും പിന്നെ നമുക്ക് പിടിച്ച് മുകളിലേക്ക് കയറാൻ ഉള്ള ബലമാകുന്ന ഉത്തരീയവും കർമ്മലോത്തരീയവും, ഇത് 3 ഒരുമിച്ച് ചേർത്ത് ധരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും ഇതിനുള്ള വിശ്വാസം അത് ആദ്യം ഉണ്ടാവണം. അതുണ്ടെങ്കിലേ ഇത് ധരിക്കാവുള്ളൂ. അതില്ലാത്തവൻ ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊരു ഫാഷൻ ഐറ്റമോ അല്ലെങ്കിൽ ഇതൊരു മാജിക്കൽ ഇൻസ്ട്രുമെന്റോ അല്ല. ഒരു ഫാഷൻ ഐറ്റമായിട്ട് ധരിക്കാൻ പാടില്ല. ഒരു വിശുദ്ധ വസ്തുക്കളും ഫാഷൻ ഐറ്റമായിട്ട്, ഇപ്പം താവോ ക്രോസ് ആവട്ടെ,
കർമ്മരൂപത്തിന് ഇതൊന്നും ഒരു ഫാഷൻ ഐറ്റമല്ല. രണ്ടാമത്തത് ഇതൊരു മാജിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ല. കാര്യം ഇത് തോന്നിയ വഴിയൊക്കെ ജീവിച്ചിട്ട് ഇതെടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കാനും പാടില്ല. പരിശുദ്ധ അമ്മയോട് സ്നേഹം ഉണ്ടായിരിക്കണം. നമ്മുടെ കുറവുകളും ബലഹീനതകളും പാവങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചിട്ടുണ്ടാവണം, കുർബാന സ്വീകരിച്ചിട്ടുണ്ടാവണം, പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടിട്ടുണ്ടാവണം. എന്നിട്ട് ഇത് ധരിച്ചാൽ തീർച്ചയായും പരിശുദ്ധ അമ്മ നമ്മളെ കൈവിടുകയില്ല, നമ്മളെ വഴി നടത്തും. ഇതാണ് ഈ അമ്മ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന മേലങ്കി എന്ന് പറയുന്നത്. നമുക്ക് നീല എന്ന നിറം മാറ്റി വെക്കാം, പക്ഷെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന മേലങ്കി, അമ്മപ്പുതപ്പ്. നമ്മള് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ ഹിറ്റായി, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതായിരുന്നു, പിന്നെ അത് മാറിപ്പോയി. പറഞ്ഞു തുടങ്ങിയ കാര്യം ഇതാണ്. ഇത് ഇങ്ങനെ ഒരുപാട് അച്ഛന്മാരൊക്കെ ഇങ്ങനെ റീൽസ് ആയിട്ട് കിട്ടുന്ന, അച്ഛന്മാർ മാത്രം അമ്മമാരൊക്കെ, ഞാൻ പറഞ്ഞ എൻ്റെ അനിയനാണ് എനിക്ക് ആ ഒരു മനോഹരമായ പോസ്റ്റർ ആദ്യം പരിചയപ്പെടുത്തുന്നത്. പിന്നീട് അമ്മമാരൊക്കെ അത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അമ്മമാരുടെ സ്നേഹം എന്ന രീതിയിൽ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയോട് കൊടുത്ത അതേ സ്നേഹത്തിൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന രീതിയിലാണ് ആ പാട്ടൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അച്ഛന്മാര് ഇത് ഇങ്ങനെ പലരും ഇത് ഈ ഒരു സംഭവം അവരുടെ റീൽസായിട്ട് സ്റ്റാറ്റസായിട്ട് കിട്ടേക്കുന്നുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ അതിരടി എന്നാണ് ആ സിനിമയിലുള്ള ഒരു മനോഹരമായ വിനീത് ശ്രീനിവാസ് പാടിയ പാട്ടാണ്. നമ്മൾ യൂട്യൂബിലേക്ക് തപ്പിയ കേൾക്കാം. പക്ഷെ അതിൻ്റെ ആ തുടങ്ങുന്ന ആ വാക്ക്, അമ്മ പുതപ്പ് എന്ന് പറയുന്ന വാക്ക്, സോ ബ്യൂട്ടിഫുൾ. അത് പരിശുദ്ധ അമ്മയെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മുടെ സ്വന്തം അമ്മമാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, പക്ഷെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഭയങ്കര മീനിങ് ഫുള്ളാണ്. ഭയങ്കരമായൊരു അർത്ഥം അതിനകത്തുണ്ട്. പരിശുദ്ധ അമ്മ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നുള്ള ആ അമ്മപ്പുതപ്പിനെ ധ്യാനിക്കാൻ വേണ്ടിയുള്ള ദിവസമാണ് കർമ്മരോത്രി ധ്യാനം എന്ന് പറയുന്നത്. കർമ്മരോത്രിയുമാണ് ഈ തുണിക്കഷ്ണം, ഈ പുതപ്പ് കൊണ്ട് അമ്മ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. അമ്മയ്ക്ക് സ്തുതി.